സ്നേഹത്തിൻ തിരികൾ തെളിഞ്ഞു അനുരഞ്ജിതരായി തീർന്നിടാം. സ്തുതികളുയർത്തി പാടിടാം ഒരു മനമായി തിരുസന്നിധിയിൽ അണയാമൊന്നു ചേരാം. പൂജാവേദിയൊരുങ്ങി യാഗമതീടാം. പകരുമി ദിവ്യബലി അർപ്പിക്കാമീ നിമിഷം. ജീവൻ പകരുമി ദിവ്യബലി അർപ്പിക്കാമീ നിമിഷം. ജീവിതം ബലിയായി നൽകാൻ നിൻ തിരുഹിതം നിറവേറ്റാൻ ഈ ദാസരിലേകു കൃപകൾ. പൂജാവേദിയൊരുങ്ങി നാഥനു യാഗമതീടാം. സ്നേഹത്തിൻ തിരികൾ തെളിഞ്ഞു അനുരഞ്ജിതരായി തീർന്നിടാം. ഏകിടമന്നിതൻ കീർത്തനങ്ങൾ പാവനമാകും ഈ നിമിഷം. സോദര സ്നേഹത്തിൽ വളരാ ത്യാഗത്തിൻ മാർഗം പുണരാ ഈ ദാസരിലേകു കൃപകൾ. പൂജാവേദിയൊരുങ്ങി നാഥനു യാഗമതീടാം. സ്നേഹത്തിൻ തിരികൾ തെളിഞ്ഞു അനുരഞ്ജിതരായി തീർന്നിടാം. സ്തുതികളുയർത്തി പാടിടാം ഒരു മനമായി തിരുസന്നിധിയിൽ അണയാമൊന്നു ചേരാം. പൂജാവേദിയൊരുങ്ങി നാഥനു യാഗമതീടാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ആഗമന കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എല്ലാ ഭവനങ്ങളും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. ഈശോയുടെ വരവിനെ ഭക്തിപൂർവവും പ്രാർത്ഥനാപൂർവവും ഉപവാസത്തോടും കൂടി കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. ഈശോ ഭവനത്തിലേക്ക് വരണം, ഈശോ ഹൃദയത്തിൽ വന്ന് ജനിക്കണമെന്ന് വിശ്വാസികൾ ആനന്ദത്തോടെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ആഗമനകാല ദിവസം. കൂടുതൽ ആനന്ദവും സന്തോഷവും ഹൃദയത്തിലുണ്ടാകണം. 3, 4, 5 തിരികളാണ് നമ്മൾ കത്തിക്കുക. പ്രത്യാശയുടെ തിരി, സമാധാനത്തിൻ്റെ തിരി, ആനന്ദത്തിൻ്റെ തിരി, സ്നേഹത്തിൻ്റെ തിരി,
വിശുദ്ധിയുടെയും പ്രകാശത്തിൻ്റെയും തിരി. അതാണ് ക്രിസ്മസ് രാത്രിയിൽ കത്തിക്കുന്ന തിരികൾ. തിരികൾ വെറുതെ ഇങ്ങനെ കത്തിക്കുമ്പോൾ അത് ഭവനത്തിലും ഹൃദയത്തിലും പ്രത്യാശ പകരണമെങ്കിൽ അതിനോടുകൂടെ പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും എണ്ണ കരുതിയിരിക്കണം എന്നർത്ഥം. അതുകൊണ്ട് പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥന വളരെയധികം അഭികാമ്യമാണ്. അതോടൊപ്പം ജീവിത വിശുദ്ധിയും വളരെ പ്രധാനമാണ്. പ്രധാനമായും കുർബാന അർപ്പിക്കുമ്പോൾ ചെയ്യുന്ന 3-4 പാപങ്ങൾ ഉപേക്ഷിക്കണം. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും. വിചാരം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ ഇനിയുള്ള ദിവസങ്ങളിൽ പാപം ചെയ്യാതെ ഈ തിരികൾ ഭവനങ്ങളിൽ സ്ഥാപിക്കുമ്പോൾ അത്രയേറെ വിശുദ്ധിയോട് ക്രിസ്തു ജനിക്കുവാൻ പോകുന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ആഗമന കാലത്തിലേക്ക് പ്രവേശിക്കുക. ഈ ബലിയർപ്പണത്തിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. ഈശോയുടെ കാത്തിരിപ്പിനെ, രണ്ടാമത്തെ വരവിനെ ഉദ്ദേശിച്ചാണ് ക്രിസ്മസ് വീണ്ടും വീണ്ടും നമ്മൾ ആഘോഷിക്കുക. ഈശോ വിധിയാളനായി വിധിക്കുവാനായിട്ട് വീണ്ടും മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക്, മനുഷ്യയിടയിലേക്ക് വരുന്നു എന്നതിൻ്റെ അടയാളം കൂടിയാണ് ക്രിസ്മസ്. നമുക്ക് ഭക്തിയോടുകൂടി ബലിയർപ്പണത്തിൽ പങ്കുചേരാം. ആഗമന കാല തിരികൾ തെളിക്കുവാനായി ഇടവക കോർഡിനേറ്ററെ ക്ഷണിക്കുകയും പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ കർമ്മത്തിൽ പങ്കുചേരുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ആഗമനകാലം ഒരുക്കത്തോടും ജാഗരൂകതയോടും കൂടി ഞങ്ങൾ ആരംഭിക്കുമ്പോൾ യുഗാന്ത്യം വരെ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് അങ്ങേ വാഗ്ദാനം പുത്രനിലൂടെ നിറവേറുമെന്ന പ്രത്യാശയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ സന്തോഷഭരിതമാക്കണമേ. കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി അന്ധകാരപൂരിതവും നിരാശാജനകവുമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒഴുകി മാറി പുണ്യങ്ങളാൽ അലങ്കൃതമായ ഹൃദയവുമായി രക്ഷകന്റെ ആഗമനത്തിനായി പ്രത്യാശാപൂർവം ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ സ്വർഗീയ വൃന്ദത്തെ സാക്ഷി നിർത്തി പ്രത്യാശയുടെ ജൂബിലി നിറവിൽ ഞങ്ങളെ തിരിതെളിക്കുകയാണ്. തിരി തെളിക്കുവാനായിട്ട് ഇടവക എഡ്സൺ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ ചിന്തിക്കാതിരിക്കണം. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും. അപ്പോൾ രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. രണ്ട് സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്നറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിലേറ്റവും സ്നേഹമുള്ളവരെ, ആഗമനകാലത്തിൻ്റെ വിശുദ്ധിയിലേക്ക് സഭ കടന്നിരിക്കുകയാണ്. യേശുവിൻ്റെ വരവിനായിട്ട് തയ്യാറെടുക്കുന്ന പ്രാർത്ഥനയുടെയും പുണ്യപ്രവൃത്തികളുടെയും പുണ്യ ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായിട്ടും ഈ ആഗമനകാലത്തിന് ഒരു പ്രത്യേകതയുള്ളത്, യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ 2025 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ സഭ പ്രത്യാശയുടെ ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ ആ ഒരു ജൂബിലി ആഘോഷത്തോടു കൂടിയാണ് ഈ വർഷത്തെ ആഗമനകാലം ആഘോഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ ആഗമനകാലം സഭയിൽ ആഘോഷിക്കുമ്പോൾ 3 ആഗമനങ്ങളാണ് പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. ഒന്നാമതായിട്ട് മനുഷ്യന്റെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ടുകൊണ്ട് മനുഷ്യാവതാരം ചെയ്ത യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ ക്രിസ്മസിനെ ഓർമ്മിക്കുകയും ആ ആഘോഷവും അതോടൊപ്പം തന്നെ ആ സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ടും നമ്മൾ ശ്രമിക്കുകയാണ്. അതുപോലെ മറ്റൊരു ആഗമനവുമുണ്ട്. അതെല്ലാ ദിവസവും നടക്കുന്നതാണ്. അനുദിന ബലിയിലും ദൈവ വചന വായനയിലും നമ്മുടെ ആരാധനാക്രമങ്ങളിലും
മറ്റെല്ലാ പുണ്യപ്രവൃത്തികളിലൂടെയും ഒക്കെ യേശുനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആഗമനത്തെയും നമ്മൾ ഓർക്കുന്നുണ്ട്. അതിനും നന്ദി അർപ്പിക്കുന്നുണ്ട്. അനുദിന ബലിയില് ശരീരരക്തങ്ങളായി അവിടുന്ന് കടന്നു വരുന്നത് തീർച്ചയായിട്ടും അതും ഒരു ആഗമനം തന്നെയാണ്. വീണ്ടും മൂന്നാമതൊരു ആഗമനം അവിടുത്തെ രണ്ടാം വരവാണ്. അന്ത്യവിധി നാഥനായിട്ട് മനുഷ്യരുടെ വിധിക്കായിട്ട് കടന്നു വരുന്ന രാജാതിരാജനായ ക്രിസ്തു. ആ ക്രിസ്തുനാഥന്റെ തിരുനാളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആഘോഷിച്ചത്. പ്രത്യേകിച്ചും ഈ ജൂബിലിയുടെ നിറവില് നമ്മുടെ രൂപതയില് ഏറ്റവും വലിയ ആഘോഷത്തോടെ ഈ രൂപതയിലുള്ള എല്ലാ ഇടവകളും ഒരുമിച്ച് ചേർന്നാണ് വലിയൊരു ആഘോഷം കൊല്ലം നഗരത്തില് നടത്തിയത്. പ്രത്യേകിച്ചും ഇന്നത്തെ പിതാവിന്റെ സന്ദേശത്തിലും ഈ ആഘോഷത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയും അതിനുവേണ്ടി സഹകരിച്ചവരെയും ഒരുക്കിയവരെയും പ്രാർത്ഥിച്ചവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരുക്കത്തോടു കൂടിയാണ് ഈ ആഗമനകാലം 2025 നമ്മുടെ ഈ ആഗമനകാലം നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അതിന് ഒരുക്കമായിട്ട് ഇന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പേ ഈ ക്രിസ്മസ് അഡ്വന്റ് റീത്ത് എന്ന് അറിയപ്പെടുന്ന ആഗമനകാലത്തിലെ റീത്ത്, അതിൽ ഒരു തിരി നമ്മൾ കത്തിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു റീത്തും ഒരുക്കിയിരിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. എല്ലായിടത്തും ഈ ഒരു റീത്തിനെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ വൃത്തത്തിലുള്ള ഒരു അലങ്കാര പണിയിൽ നടത്തിയിരിക്കുന്നതിൽ 5 തിരികൾ കത്തിച്ചിരിക്കുന്നു. ആ വൃത്തം തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുദിനം കടന്നു വരുന്ന കർത്താവിൻ്റെ ആ ഒരു ഇടപെടലിനെ സൂചിപ്പിക്കുന്നുണ്ട്. ആഗമനകാലത്തിലെ 1-ാം ഞായറാഴ്ച തുടങ്ങി ആരാധനക്രമത്തിലെ 34 സാധാ ഞായറാഴ്ചകളും മറ്റ് നോമ്പുകാലത്തിലെ ഞായറാഴ്ചകളിലും എല്ലാം ചേർന്ന് ഒരു തുടർച്ചയായിട്ട് കടന്നു വരുന്ന ആരാധനക്രമത്തെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. നിരന്തരമായ ഒരു പ്രക്രിയയായിട്ട് കടന്നുപോകലും കടന്നുവരവും ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ആരാധനക്രമവുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന്. അതോടൊപ്പം തന്നെ അതിൽ ഉപയോഗിക്കുന്ന ഇലകളും എവർഗ്രീൻ ഇലകളാണ് ഉപയോഗിക്കേണ്ടത്. നിത്യം ഹരിതമായിട്ട് നിൽക്കുന്ന പച്ചപ്പോട് നിൽക്കുന്ന ഇലകൾ, ചെടികൾ, അതും യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയതയുടെ ഒരു പ്രതീകം കൂടിയാണ്. നിത്യം ശോഭയോടെ നിൽക്കുവാൻ അതിന് വേണ്ട ആവശ്യമായ പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നൊരു സൂചന. അതുപോലെ 3 നീലത്തിരികൾ, അതും യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ സൂചകം. അതിലൊരു തിരി റോസ് തിരിയാണ്. അത് സന്തോഷത്തിന്റെ ഞായറാഴ്ച കത്തിക്കുന്ന 3-ാമത്തെ ഞായറാഴ്ച കത്തിക്കുന്ന തിരി. അതിൻ്റെ കൃത്യം നടുക്കായിട്ടൊരു വെള്ളത്തിരിയുണ്ട്. അത് യേശുവിനെ സൂചിപ്പിക്കുന്നു, ലോകത്തിന്റെ പ്രകാശമായ യേശുവിനെ സൂചിപ്പിക്കും. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ചേർന്നാണ് ഈ ആഗമന കാലത്തില് നമ്മൾ ഏറ്റവും വലിയ സന്തോഷത്തോടെ യേശുവിനെ എതിരേൽക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ 16 ദിവസങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അന്ത്യവിധിനാഥനായി എഴുന്നള്ളുന്ന രാജാതിരാജനായ ക്രിസ്തുവിനെയാണ്. ലോകത്തിന്റെ വിധിയെക്കുറിച്ചും രണ്ടാം കടന്നുവരവിനെ കുറിച്ചുമാണ് 16-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത്. 16-ാം തീയതി മുതൽ 24-ാം തീയതി വരെ യേശുവിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു വന്ന ആ മനുഷ്യാവതാരത്തെ ധ്യാനിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാണ് സഭ ഒരുങ്ങുന്നത്. ഇപ്പൊ 2 ഘട്ടമായിട്ട് ഈ ആഗമനകാലം ഏറ്റവും വിശുദ്ധിയോടെയും പ്രാർത്ഥനയോടെയും ഒക്കെ ഒരുങ്ങുവാൻ സഭ ആവശ്യപ്പെടുമ്പോൾ പ്രത്യേകമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നോമ്പുകാലത്തിന്റെ അത്രയും വലിയ ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തികളും ഒന്നും സഭ ആവശ്യപ്പെടുന്നില്ലെങ്കിലും, പക്ഷെ അതേപോലെ തന്നെ അതേ തീഷ്ണതയിലും വിശുദ്ധിയിലും യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ച് ക്രിസ്മസ് ഒരു വലിയ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒക്കെ സൂചകമാണ്. ആഗമനകാലം തുടങ്ങുമ്പോഴേ നമ്മുടെ ഭവനങ്ങളിൽ നക്ഷത്രങ്ങൾ തെളിയിക്കാൻ തുടങ്ങുന്നു. അതുപോലെ മറ്റെല്ലാ ഒരുക്കങ്ങളും ബാഹ്യമായ ഒത്തിരിയേറെ കാര്യങ്ങളോടെ ഈ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ആത്മീയമായ ചില ഒരുക്കങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അല്പം പരിത്യാഗ പ്രവൃത്തികളും ക്രിസ്മസിന് വേണ്ടി നമ്മൾ ചില ഒരുക്കങ്ങൾക്ക് വേണ്ടി ചിലവക്കുന്ന ആ പൈസയിൽ നിന്നും ആർക്കെങ്കിലുമൊക്കെ ഒരു ചെറിയ സഹായം ചെയ്യുവാനായിട്ട് സാധിച്ച, ആരെങ്കിലും നമ്മൾ വഴി മറ്റൊരു വ്യക്തിയുടെ ജീവിതവും സന്തോഷഭരിതമായി തീർന്നാൽ
ആ ക്രിസ്മസ് ആഘോഷവും ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമായി തീരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പ്രത്യേകമായിട്ടും ലോകത്തിൻ്റെ വിധിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ വിശുദ്ധ മത്തായി ശ്ലീഹ പ്രത്യേകമായിട്ടും പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചേക്കാം. ഒരു ഭവനത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തഴയപ്പെടുമെന്നും ഒക്കെ പറയുന്ന ചില വാക്യങ്ങൾ, വചനങ്ങൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്? പ്രത്യേകിച്ചും വിശുദ്ധ മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷം എഴുതിയത് യഹൂദന്മാരായിരുന്നിട്ട് യഹൂദരിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന യേശുനാഥൻ പ്രവാചകന്മാർ പ്രവചിച്ച മിശിഹായാണെന്നും ലോകത്തിലേക്ക് കടന്നു വന്ന രക്ഷകനാണെന്നും പൂർണ്ണ ബോധ്യത്തോടെ ഈ യഹൂദ മതവിശ്വാസികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു മതത്തിലേക്ക് വന്നത്. അപ്പോഴും അവരുടെ ഇടയിൽ ഒരു സംശയമുണ്ടായിരുന്നു. ഒരു കുടുംബത്തിലുള്ള കുറച്ചു പേർ യേശു വിശ്വസിക്കുന്നു, എന്നാൽ കുറെ പേർ പഴയ ആ പാരമ്പര്യ യഹൂദ മതത്തിൽ തുടരുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ള സംശയമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു സംശയ ദൂരീകരണത്തിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ മത്തായി ഈ ഒരു വചനത്തിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത്. യേശുവിൻ്റെ രണ്ടാം കടന്നുവരവിന് ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കാം. യേശുനാഥൻ ചരിത്രത്തിൽ തൻ്റെ കടന്നുവരവിൽ ഒരു കുടുംബത്തിലുള്ള കുറച്ചുപേർ ആ യേശുവിനെ സ്വീകരിക്കുകയും കുറച്ചുപേർ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തതുപോലെ തങ്ങളുടെ നന്മകളും വിശുദ്ധിയും പുണ്യപ്രവൃത്തികളും വഴി ആ രണ്ടാം കടന്നുവരവിലും അതുപോലെ തന്നെ സംഭവിക്കാമെന്ന്. അതുപോലെ തന്നെ നോഹയുടെ കാലത്ത് പ്രളയത്തെക്കുറിച്ചുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. നോഹയുടെ പ്രളയ സമയത്തും ഭൂമിയിൽ തിന്മ പെരുകിയപ്പോഴാണ് പ്രളയം സംഭവിച്ചത്. അവിടെയും നോഹയും കുടുംബവും പ്രത്യേകമായിട്ട് മാറ്റി നിർത്തപ്പെടുകയാണ്, രക്ഷിക്കപ്പെടുകയാണ്. മനുഷ്യപുത്രന്റെ ആഗമനത്തിലും ഇതുപോലെ സംഭവിക്കാമെന്നുള്ളൊരു സൂചനയും. തീർച്ചയായിട്ടും യേശുവിൻ്റെ രണ്ടാം കടന്നുവരവിന് വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അത് നമ്മുടെ ജീവിതത്തിലും അനുദിനം സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ആഗമന കാലത്തിൽ. പ്രത്യേകിച്ചും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും അവിടുത്തെ കടന്നുവരവ് അനുദിന ബലിയിലും മറ്റും ഉണ്ടാകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെയും ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ലോകാവസാനമുണ്ട്. അത് അയാളുടെ മരണത്തോടു കൂടിയാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ലോകാവസാനം. അന്ത്യവിധിനാഥനായ യേശുവിനെ ലോകാവസാനത്തിൽ അവിടുത്തെ രണ്ടാം കടന്നവരിൽ എല്ലാവരും ദർശിക്കുന്നത് പോലെ ഓരോ മനുഷ്യൻ്റെയും മരണശേഷവും അവിടുത്തെ ദർശിക്കുന്നുണ്ട്. വിധിനാഥനായി അവിടുന്ന് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങൾ. അപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ജീവിതത്തിലെയും ഓരോ നിമിഷങ്ങളിലും രോഗാവസ്ഥകളിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മരണത്തെക്കുറിച്ച് കൂടിയുള്ള ഒരു ചെറിയ സൂചന കൂടി അവിടുന്ന് നൽകുന്നുണ്ട്. നമ്മുടെ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് ഉള്ള ഒരു സൂചന കൂടി അവിടുന്ന് നൽകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടി കൂടി തയ്യാറെടുക്കുവാൻ അവിടുന്ന് കടന്നു വരുമ്പോൾ ഒരിക്കലും നമ്മളെ വിധികർത്താവായി നാശത്തിൻ്റെയും അല്ലെങ്കിൽ തഴയപ്പെട്ട ലോകത്തിലേക്ക് നരകാഗ്നിയിലേക്ക് നിത്യനരകാഗ്നിയിലേക്ക് അയക്കുന്നൊരു അവസ്ഥയിലേക്കല്ല, നേരെമറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ കൂട്ടത്തിലേക്ക് സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് നമ്മയും സ്വീകരിക്കാൻ എത്തുന്ന രീതിയിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പാലം പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പാലത്തിൻ്റെ പകുതിയോളം എത്തി പണി പൂർത്തിയാക്കുവാൻ സാധിക്കാതെ വന്നൊരു ഘട്ടത്തിൽ അതിൻ്റെ ഉദ്യോഗസ്ഥരോട് ഗവൺമെൻറ് പ്രത്യേകമായൊരു നിർദ്ദേശം നൽകി ആ വഴി വരുന്നവർക്ക് ഒരു സൂചനയായിട്ട് പാലം അപകടത്തിലാണ്, ആ യാത്രാ യോഗ്യമല്ലെന്ന് ഒരു സൂചനാ ബോർഡ് എഴുതി വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആ നാട്ടുകാരനായ ഒരു ഉപദേശിയോട് ആ പണിക്കാർ പറഞ്ഞു അവിടെ ആ പാലത്തിൻ്റെ തുടക്കത്തിൽ ഒരു ബോർഡ് വയ്ക്കണമെന്ന്. അയാളോട് പറഞ്ഞതിന് ദിവസം രാത്രി തന്നെ അതുവഴി വന്നൊരു ബൈക്കുകാരൻ ആ പാലത്തിൽ നിന്ന് വീണ് അപകടം പറ്റുകയാണ്. അപ്പോൾ ആ ഉപദേശിയോട് ചോദിക്കുകയാണ്, തങ്ങളോട് പറഞ്ഞിരുന്നില്ലേ അവിടെ ആ അപകടകരമായ ആ പാലമുണ്ട് എന്നുള്ള സൂചന നൽകണമെന്ന്? അപ്പോൾ ആ ഉപദേശി പറഞ്ഞു,
ഞാൻ അതിൽ എഴുതി വച്ചിരുന്നു. പക്ഷെ ഒരുപക്ഷെ അയാൾ ആ ബോർഡ് കണ്ടിട്ടുണ്ടാകുകയില്ല. അപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് താങ്കൾ അതിൽ എഴുതി വച്ചിരുന്നത്? അപ്പോൾ ആ ഉപദേശി പറയുന്നു, സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള എളുപ്പ വഴിയാണിത് എന്ന് ആണ് ഞാൻ എഴുതി വെച്ചതെന്ന്. അപ്പോൾ ഒരുപക്ഷെ വ്യക്തമായ സൂചനകളോടെ ആയിരിക്കുകയില്ല നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെയും ലോകാവസാനം കടന്നു വരുന്നത്. നേരെ മറിച്ച് തീർച്ചയായും അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സൂചനകളും മറ്റുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടാകാം. അത് മനസ്സിലാക്കി ജീവിക്കുവാൻ നമ്മെ ശക്തരാക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും വിശുദ്ധിയുടെയും പുണ്യത്തിൻ്റെയും ഒക്കെ ഈ ആഗമനകാലം ഏറ്റവും അർത്ഥവത്തായി തീരുവാനും, പ്രത്യേകിച്ചും യേശുനാഥൻ്റെ ആ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ ആ ജൂബിലിയുടെ സന്തോഷത്തിൽ ഈ ദിനങ്ങൾ ഏറ്റവും വലിയ സന്തോഷത്തോടെ ആയിരിക്കുവാനും, അങ്ങനെ ഒരു ആത്മീയ ഒരുക്കത്തോടെ ഈ ഒരു കടന്നു വരുന്ന ക്രിസ്മസ് ആഘോഷം ഏറ്റവും വലിയൊരു ആത്മീയ ആഘോഷമാക്കി തീർക്കുവാനും വിശുദ്ധിയുടെ നാളുകളാക്കി തീർക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം. വിശ്വാസ പ്രഖ്യാപനം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൻ കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരിൽ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. വിശ്വാസികളുടെ പ്രാർത്ഥന. പ്രത്യാശയുടെ ഉറവിടമായ ദൈവമേ, അങ്ങേ പുത്രന്റെ മനുഷ്യാവതാരത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സഭയുടെ മേൽ വിശ്വാസികൾക്ക് പ്രത്യാശ പകർന്നുകൊണ്ട് നിത്യരക്ഷയുടെ മാർഗങ്ങൾ തെളിയിക്കുവാൻ അങ്ങ് പിതാവ് ദൈവപാപ്പായെ, ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോൾ പിതാവിനെയും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഇടവക വികാരി മേരിജോൺ അച്ഛനെയും മറ്റെല്ലാ അജപാലകരെയും സന്യസ്തരെയും ആഗമനകാലത്ത് ഒരുക്കത്തോടും ജാഗരൂകതയോടും കൂടി രക്ഷകനെ വരവേൽക്കുവാൻ സഭാസന്നിധിയെ വഴി നടത്തുവാൻ തന്ന ആത്മീയ വരദാനങ്ങളാൽ അങ്ങ് അഭിഷിക്തരെ ശക്തിപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം ശൂന്യനാക്കുവാൻ തിരുമനസ്സായ ദൈവമേ, ഈ സ്നേഹബലിയിൽ പങ്കുചേർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷത്തിലൂടെ അങ്ങ് നൽകിയ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ഒരുക്കത്തോടും ജാഗരൂകതയോടും കൂടി അവിടുത്തെ പ്രത്യാഗമനത്തിനെ പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ലൗകിക സൗഭാഗ്യങ്ങൾ വെടിഞ്ഞ് പാപമോഹങ്ങളെ ഉപേക്ഷിച്ച് അങ്ങ് ഞങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന സൗഭാഗ്യത്തിനായി പ്രയത്നിക്കുവാൻ ഞങ്ങളെ സജ്ജരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
സൃഷ്ടാവായ ദൈവമേ, അങ്ങ് ദാനമായി നൽകിയ പൊതുഭവനമായി ഈ ഭൂമിയെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികളെയും കരുതുവാനും പരിപാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. മണ്ണിനെ മരുഭൂമിയാക്കുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും വിട്ടകന്ന് ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രകൃതിയെ വാർത്തെടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആശ്വാസദായകനായ ദൈവമേ, പലവിധ രോഗങ്ങളാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും പ്രകൃതിക്ഷോഭങ്ങളാലും വലയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അവരുടെ വേദനകളിലും കഷ്ടപ്പാടുകളിലും ഭയത്തിലും അങ്ങ് ആശ്വാസമാകണമേ. അങ്ങയ്ക്ക് അസാധ്യമായതൊന്നുമില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുവാനും പ്രത്യാശയോടെ ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, അങ്ങേ ശക്തി ഉദ്ദീപിപ്പിക്കണമേ. പാപങ്ങളുടെ ആകസ്മികമായ അപകടങ്ങളിൽ നിന്നും അങ്ങേ സംരക്ഷണത്താൽ ഞങ്ങൾ മോചിതരാകുന്നതിനും അങ്ങ് നൽകുന്ന ഭോജനത്താൽ രക്ഷിക്കപ്പെടുന്നതിനും ഞങ്ങൾ അർഹരാകുവാൻ അങ്ങ് വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കാഴ്ചയുമായി വന്നിടാം ഞാൻ നിൻ തിരുസന്നിധിയിൽ. അർച്ചനയായി നൽകുന്നു ഞാൻ എൻ സർവവും അങ്ങയിൽ. അർച്ചനയായി നൽകുന്നു ഞാൻ എൻ സർവവും അങ്ങയിൽ. നിത്യം മാറ്റുവാൻ കാൽവരിയാഗമായി സ്വീകരിക്കൂ ഈ നേർച്ചകളെ. അങ്ങതിനെ തീർത്തരുൾക. കാഴ്ചയുമായി വന്നിടാം ഞാൻ തൻ തിരുസന്നിധിയിൽ. അർച്ചനയായി നൽകുന്നു ഞാൻ എൻ സർവവും അങ്ങയിൽ. അർച്ചനയായി
നൽകുന്നു ഞാൻ എൻ സർവവും അങ്ങയിൽ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ വരദാനങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ കാലാനുസൃതമായ വണക്കത്തിന്റെ ഫലമായി അങ്ങ് നൽകുന്നത് ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ സമ്മാനമായി ഭവിക്കുകയും ചെയ്യട്ടെ എന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽപൂജിതനെ, ക്രിസ്തുനാഥൻ വഴിയെങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. യുക്തവും ന്യായവുമാണതു ഞങ്ങൾക്കു രക്ഷാകരവും ജഗൽ പിതാവേ. ദിവ്യപ്രവാചകരെല്ലാം പ്രഘോഷിച്ച കന്യകാമേരി തന്നോമൽസുതൻ ആഗതനാകുമെന്നാശിച്ച ക്രിസ്തുവേ, യോഹന്നാൻ പാടിപ്പുകഴ്ത്തി. മന്നിൽ മാലോകർനാഥനീശോയണഞ്ഞപ്പോൾ ആലോകനം ചെയ്വിനെന്നു ചൊല്ലി പുത്തൻ പിറവിയെ സാനന്ദം കൊണ്ടാടാൻ നൽകുന്നു നീവരം സ്വർഗദാതാ. രക്ഷകനേശുവിഞ്ഞാഗതനാകുമ്പോൾ ഉന്നതനാം നാഥനാം തമ്പുരാനെ, നിൻ സ്തുതിഗീതങ്ങൾ ആഹ്ലാദ വായ്പോടെ ആലപിക്കുവാൻ ഉത്സുകരായി പ്രാർത്ഥനാ ചിത്തരായെന്നും നീ ഞങ്ങളെ കാണുവാനങ്ങു കനിഞ്ഞിടണേ. ആകയാലാമോദ വായ്പോടെ വാഴുമി സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യപ്രതാപവാനങ്ങയെ വാഴ്ത്തുന്നു, മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും
ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാരെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകും. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്കു കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. മരണം വരിച്ചു നീ മൃത്യുവിനെ ജയിച്ചു, ഉത്ഥാനം ചെയ്തു നീ ഞങ്ങൾക്കു ജീവനേകി. വരണേ വിഭോ തവ മഹിമ പ്രതാപമോടെ. ആകയാൽ കർത്താവ് എവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായപ്പോൾ മെത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ആലപിക്കാം.
സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത നിന്നാമം പൂജിതമായി വേണം വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൾ നിന്നുള്ളം പാരിലും പായിടേണം അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കും ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ശാന്തി നൽകിയിടേണമേ. കുഞ്ഞാട് ശാന്തി നൽകിയിടേണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടിതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാനാഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനിണം നുകരാ അതിയായ ദാഹമുണ്ട്. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാനാഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനിണം നുകരാ അതിയായ ദാഹമുണ്ട്. അതിനായി വരണേ, അതിലീശോ നീ വരണേ. അതിനായി വരണേ, അതിലീശോ നീ വരണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാ സൗഗന്ധധൂമം ഉയർത്താ കുന്തുരുക്കം പോലെ മുന്നിൽ. തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാ സൗഗന്ധധൂമം ഉയർത്താ കുന്തുരുക്കം പോലെ മുന്നിൽ. അതിനായി വരണേ, അതിലീശോ നീ വരണേ. അതിനായി വരണേ, അതിലീശോ നീ വരണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനീളമേ യേശുവിൻ ഹൃത്തടജലമേ എന്നെ നിത്യം കഴുകണമേ.
യേശുവിൻ പീഡകളെ എന്നെ സുധീരയാക്കണമേ. നന്മതൻ നിറകുടമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നാഥ നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ. മരണം വന്നണയുമ്പോൾ എന്നെ അങ്ങു വിളിക്കണമേ. നിൻ തിരുസവിധം പോകാൻ എന്നെ കൽപ്പിച്ചരുളണമേ. സകല വിശുദ്ധരുവന്നാൻ നിന്നെ സതതം വാഴ്ത്തിടുവാൻ. പരിശുദ്ധ കുർബാനയ്ക്ക് സഹായിച്ചത് സെന്റ് വിൻസെന്റ് കുടുംബ യൂണിറ്റാണ്. പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച കൊൻപ്രിയ തിരുനാള് ആരംഭിക്കുകയാണ്. 6:30 മണിക്ക് പ്രസിദ്ധേന്തിമാരെ വാഴിക്കുന്ന ചടങ്ങും 7 മണിക്ക് പരിശുദ്ധ കുർബാനയുമാണ്. പ്രസിദ്ധേന്തിമാരായിട്ടുള്ളവർ പേര് നൽകുവാൻ ആഗ്രഹിക്കുന്നവരും അടുത്ത ഞായറാഴ്ച 6:30 മണിക്ക് ദേവാലയത്തിൽ എത്തിച്ചേരുക. പ്രസിദ്ധേന്തിമാരെ വാഴിച്ചതിന് ശേഷം പരിശുദ്ധ കുർബാന ആരംഭിക്കുകയാണ്. ആർക്കെങ്കിലും ഇനി ആകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊൻപ്രിയ സഭാംഗങ്ങളെ കണ്ട് പേരുവിവരങ്ങൾ കൊടുക്കേണ്ടതാണ്. നിയോഗം അർപ്പിക്കുവാനുള്ളവരും അതിൻ്റെ തുക 5000 രൂപയാണ്. പേരുവിവരങ്ങൾ നൽകേണ്ടതാണ്. കഴിഞ്ഞ ആഴ്ചയിലെ സ്തോത്രക്കാഴ്ച 7533 രൂപ, കവർ കളക്ഷൻ 790 രൂപ, ലഭിച്ച തുക 8323 രൂപ. ആഗമനകാലത്തിലെ പ്രാർത്ഥനാ പുസ്തകം, ആഗമനകാല തിരികൾ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുവാനുള്ളത് നമ്മുടെ ഇടവകയിൽ വന്നിട്ടുണ്ട്. കുർബാനയ്ക്ക് ശേഷം ആനിമേറ്റേഴ്സ് കോർഡിനേറ്ററിൻ്റെ പക്കൽ നിന്നും ആഗമനകാലത്തിൽ ഭവനങ്ങളിൽ കത്തിക്കുവാനുള്ള മെഴുകുതിരികളും പ്രാർത്ഥനാ പുസ്തകവും മേടിക്കേണ്ടതാണ്. 60 രൂപയാണ് അതിൻ്റെ തുക. പൈസ പിന്നീട് അടച്ചാലും മതിയായിരിക്കും. ആനിമേറ്റേഴ്സ് ആവശ്യമുള്ളത് മാത്രം മേടിച്ചു കൊണ്ടുപോവുക. തിരികൾ നമ്മൾ കൂടുതൽ മേടിച്ചിട്ടില്ല, കുറച്ച് തിരികളെ മേടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പുസ്തകം ആവശ്യത്തിനുണ്ട്. 60 രൂപയാണ് അതിൻ്റെ വില. ആവശ്യമുള്ളത് മാത്രം മേടിക്കുക. കോർഡിനേറ്ററിൻ്റെ പക്കൽ നിന്നും കുർബാനയ്ക്ക് ശേഷം ഇന്ന് മുതൽ ഭവനങ്ങളിൽ കത്തിക്കുവാനുള്ള മെഴുകുതിരികളും പുസ്തകവും മേടിക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുവാനുള്ള, ഓരോ ഭവനത്തിലും വെച്ച് പ്രാർത്ഥിക്കുവാനുള്ള ആഗമനകാല വിളക്ക് കുർബാനയ്ക്ക് ശേഷം നൽകുന്നതാണ്. ആനിമേറ്റേഴ്സ് അത് മേടിക്കേണ്ടതാണ്. ആനിമേറ്റേഴ്സിന് ഒറ്റയ്ക്ക് ഇതെല്ലാം കൊണ്ടുപോകാൻ സാധിക്കത്തില്ല, മറ്റുള്ളവർ കൂടി സഹായിക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു. വികസന വരി സെന്റ് ഡോൺ ബോസ്കോ ഗ്രൂപ്പിൽ നിന്നും ബെൽസാരിയോസ് വാഴവിളവീട് 1000 രൂപ നൽകിയിട്ടുണ്ട്. കാഞ്ഞിരക്കോട് ഫെറോനോയിലെ KCYM ക്രിസ്മസ് പരിപാടികൾ അടുത്ത ഞായറാഴ്ച 7-ാം തീയതി നാന്തിരിക്കൽ പള്ളിയിൽ വെച്ച് 9 മണി മുതൽ 4 മണി വരെ നടത്തപ്പെടുന്നതാണ്. എല്ലാ യുവജനങ്ങളും അതിൽ പങ്കെടുക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ആചരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഫലദായകമാകണമേ. നശ്വരമായ വഴിയിലൂടെ ചരിക്കുന്ന ഞങ്ങളെ ഇപ്പോൾ തന്നെ ഈ രഹസ്യങ്ങളിലൂടെ
സ്വർഗീയ കാര്യങ്ങളിൽ തൽപരരാകുന്നതിനും അനശ്വരമായവ മുറുകെ പിടിക്കുന്നതിനും പഠിപ്പിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ആനിമേറ്റേഴ്സ് മുന്നിലോട്ട് വരിക. ആഗമനകാല തിരികൾ നൽകുവാനായിട്ടാണ്, പ്രാർത്ഥനയോടുകൂടി നൽകുവാൻ ആനിമേറ്റേഴ്സ് മുന്നോട്ട് വരിക. തിരികൾ എടുത്തു പിടിക്കുക. ഗായക സംഘം പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിച്ച് പ്രാർത്ഥനയോടുകൂടി നമ്മൾ തിരികൾ നൽകും. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ. അകതാരിലുണർവിൻ്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ, വരദാനവാരിതേ ഫലമേകുവാനായി അനസ്യൂതമൊഴുകി വരൂ. അകതാരിലുണർവിൻ്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ, വരദാനവാരിതേ ഫലമേകുവാനായി അനസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് വേഗം വരണമേ, താമസിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ കാരുണ്യത്തിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നവർ അങ്ങേ ആഗമന സന്തോഷത്താൽ ആശ്വസിപ്പിക്കപ്പെടട്ടെ. കർത്താവേ, ഈ ആഗമനകാല വിളക്കുകൾ അങ്ങ് ആശീർവദിച്ച് പൗത്രീകരിക്കണമേ. സർവശക്തനും നിത്യനുമാധിപമേ, മാംസം ധരിച്ചുകൊണ്ടുള്ള അങ്ങേ പുത്രന്റെ ജനനം ആസന്നമായിരിക്കുന്നു എന്നറിയുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കന്യകാ മറിയത്തിൽ നിന്ന് മാംസം ധരിക്കുവാനും ഞങ്ങളുടെ ഇടയിൽ വസിക്കുവാനും തിരുവുള്ളമായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവാകുന്ന വചനം അങ്ങേ അയോഗ്യരായ ദാസരായ ഞങ്ങളിൽ കാരുണ്യം ചൊരിയുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.
സർവവന്യ മേരി ലോകമാതാ നന്മ നേരും അമ്മ പെണ്ണിൻ രാജകന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ കണ്ണിലുണ്ണിയാകും ഉണ്ണീയേശുവിന്റെ അൻപയായ മേരി മേരി ലോകമാതാ കണ്ണിലുണ്ണിയാകും ഉണ്ണീയേശുവിന്റെ അമ്മയാ